ഇവിടെ ഞാൻ ഫിസിക്സിൻ്റെ ഓണം എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ ആൻസർ നോക്കാൻ, ശരിയാണോ ഇല്ലയോ എന്ന്. ലാസ്റ്റിൽ ഞാനിത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ആൻസേഴ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഫിസിക്സ് ഇട്ടതുപോലെ തന്നെ ഞാൻ കെമിസ്ട്രിയും ബയോളജിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കാണുമല്ലോ, നിങ്ങൾ ആൻസർ എഴുതി കാണും. ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസുകളായിട്ട് ഡിസ്കസ് ചെയ്ത ആൻസർ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്? അപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതായത് വെലോസിറ്റിക്ക് വി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിന് എസ് ആണ്, ടൈമിന് ടി ആണ്. ചിലപ്പം ചോദിക്കാം ഡിസ്പ്ലേസ്മെൻറ്റിന് ഡുനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്ന്. എസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വാട്ട് ഈസ് വെലോസിറ്റി, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അത് ഫുള്ള് നിങ്ങൾ കവർ ചെയ്തോണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ് ന്യൂട്ടൺ അല്ലേ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സ് എന്താണെന്ന് നോക്കിക്കോണം. ഇനി ഡസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വേരി ഇൻ യൂണിഫോം ആക്സിലറേഷൻ വൈ? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വേരി ചെയ്യുന്നുണ്ടോ, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ചെയ്യുന്നുണ്ടല്ലേ, ഒരേപോലെ. അപ്പോൾ എസ്. അതിന് ആൻസർ എന്താ വരുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഒരേപോലെ. അപ്പോൾ ഇപ്പോൾ 5 സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡ് ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 5 സെക്കൻഡിലും ഈ ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡ് ദൂരം സഞ്ചരിക്കണം. അടുത്ത 5 സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ യൂണിഫോം ആക്സിലറേഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈക്വൽ വെലോസിറ്റി ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ വെലോസിറ്റി ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു ഒബ്ജക്റ്റ് 5 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ദൂരം സഞ്ചരിച്ചെങ്കിൽ അടുത്ത 5 സെക്കൻഡിലും അത് 10 മീറ്റർ പെർ സെക്കൻഡ് ദൂരം സഞ്ചരിക്കണം. അപ്പോൾ നോൺ യൂണിഫോം വെലോസിറ്റി എന്താണ്? ഇത് നോട്ട് ഈക്വൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലേ. ആൻ ഒബ്ജക്റ്റ് വേരീസ് ഡിഫറൻ്റ്ലി അറ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് ആദ്യത്തെ 5 സെക്കൻഡിൽ അത് 10 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ചാൽ അടുത്ത 5 സെക്കൻഡിൽ ചിലപ്പോൾ അത് 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും സഞ്ചരിക്കുന്നത്. അടുത്ത 5 സെക്കൻഡിൽ അത് 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പം വെലോസിറ്റി ഈക്വൽ ആണോ? അല്ല. അപ്പോൾ അതിനെ എന്താണ് പറയുന്നത്? നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇനി ഓൾ ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ, നമുക്കറിയാം എല്ലാ ഇൻറ്റേർണൽ ഫോഴ്സസും എന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണല്ലേ. അപ്പോൾ ഇവിടെ ബാലൻസ്ഡ് ഫോഴ്സ് വന്നപ്പോൾ നിങ്ങൾ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചോണം. അപ്പോൾ അതായത് ഇൻറ്റേർണൽ ബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ട് നമുക്കൊരു സാധനത്തിനെ ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ടേ നമുക്കൊരു സാധനത്തെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫേഴ്സ് ഇൻ വേരിയസ് മീഡിയം ഡ്യൂ ടു ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്.
ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മൂലം നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് പല മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നത് പല സ്പീഡിലാണെന്നറിയാം. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്ന് നോക്കണം. അങ്ങനെയാണത് പഠിച്ചു പോകേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടേം കിട്ടുമെങ്കിൽ നമ്മളത് പഠിച്ചിരിക്കണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്ന് വെച്ചാൽ ആ ഒരു മീഡിയം അതിലൂടെ ഒരു മീഡിയത്തിലൂടെ പോകുന്ന ആ ലൈറ്റിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ മീഡിയത്തിൻ്റെ കഴിവിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഒരു മീഡിയത്തിലൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ മീഡിയത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പല മീഡിയത്തിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പല രീതിയിലാണ്. വാട്ടറിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല എയറിൽ വരുന്നത്, എയറിലെ അല്ല ഡയമണ്ടിൽ വരുന്നതല്ലേ, അപ്പോൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റിൻ്റെ ബേസിസിലും ഇതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം ആൻഡ് ഒപ്റ്റിക്കൽ റെയറർ മീഡിയം? ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളൊരു മീഡിയത്തിന് ആ ലൈറ്റിൻ്റെ സ്പീഡ്, അതിലൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന്. അപ്പോൾ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്താണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ ഇൻ ദ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളൊരു മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലുമായിരിക്കും. അതിനെ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്നറിയപ്പെടുന്നു. തിരിഞ്ഞു പോകും കേട്ടോ, ശ്രദ്ധിച്ച് ഇതിരുന്ന് പഠിച്ചോണം. ബി നോക്ക്, അറേഞ്ച് ദ ഫോളോയിങ് മീഡിയംസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളിത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ കാണുമ്പോഴേ നമുക്കറിയാം എന്തിനെപ്പറ്റി സംബന്ധിക്കുന്ന കാര്യമാണെന്ന്, മൊമെൻ്റത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നതെന്ന്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൊമെൻറ്റം? മൊമെൻറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടർ ഏതാണ്? നമ്മളത് പറഞ്ഞതാണ്. 2 പിക്ചർ കാണുമ്പോഴും നമുക്കറിയാം, ഒന്ന് വെലോസിറ്റിയും ഒന്ന് മാസും. അതെങ്ങനെയാണ് വെലോസിറ്റിയും മാസും വന്നതെന്നൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിനകത്ത് ഇട്ടിട്ടുണ്ട്, പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മൊമെൻ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടറാണ് വെലോസിറ്റിയും മാസും. അപ്പോൾ മൊമെൻ്റം എന്താണ്? ദ മൊമെൻ്റം ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ ഒരു മോഷനിലിരിക്കുന്ന ബോഡിയുടെ മൊമെൻ്റം, മോഷനിലിരിക്കുമ്പോഴാണല്ലോ ആ ബോഡിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മോഷനിലിരിക്കുന്ന ഒരു ബോഡിയുടെ മൊമെൻ്റം എന്ന് പറയുന്നത് മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റാണ്, മറക്കരുത്. അപ്പോൾ മൊമെൻ്റത്തിൻ്റെ നമ്മളെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? മൊമെൻ്റത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ആണ്. പി ഈസ് ഈക്വൽ ടു MV, M ഇൻറ്റു V, മറന്നു പോകരുത് അതൊന്നും. അപ്പോൾ ഈ മൊമെൻ്റം എന്ന് പറയുന്നൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് മൊമെൻ്റം ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നെയാണ് മൊമെൻ്റത്തിനും ഉള്ളത്. ഇനി നെക്സ്റ്റ് ഏതാണ്? യൂണിറ്റ് ഓഫ് മൊമെൻ്റം. മൊമെൻ്റത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? മൊമെൻ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പം മാസിൻ്റെത് kg ആണെന്ന് നമുക്കറിയാം, വെലോസിറ്റിയുടേത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെൻ്റത്തിൻ്റെ യൂണിറ്റ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർ ദ ട്രാഫിക് റൂൾസ് ഫോർ പെഡസ്ട്രിയൻസ് ടു ഫോളോ? നമ്മൾ കാൽനടത്തക്കാർ ഫോളോ ചെയ്യേണ്ട ട്രാഫിക് റൂൾസ് എന്തൊക്കെയാണെന്ന്. എന്താണ്? പെഡസ്ട്രിയൻ ഷുഡ് വാക്ക് എലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ്, ക്രോസ് ദ റോഡ് ഒൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്, ഒബേയിങ് ദ ട്രാഫിക് സിഗ്നൽ. ഇതാണ് പെഡസ്ട്രിയൻസ് ഫോളോ ചെയ്യേണ്ട ട്രാഫിക് റൂൾസ്. നെക്സ്റ്റ് ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് എ ബസ് ഈസ് ഗിവൺ. നന്നായിട്ട് ഈ ഗ്രാഫ് സ്റ്റഡി ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യുക. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഗ്രാഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെലോസിറ്റി ട്രാവൽഡ് ബൈ ദ ബസ് ഫ്രം A to B. ആ ഗ്രാഫിൽ നിന്നും A to B വരെയുള്ള പൊസിഷൻ എടുത്തിട്ട് അതിനകത്തുനിന്ന് നടന്ന ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും കണ്ടുപിടിക്കണം. നോക്കാം, നമുക്ക് ഗ്രാഫിലോട്ട് പോകാം. ഇവിടെ അവർ പൊസിഷൻ തന്നിട്ടുണ്ട്. ഏതാണ്? A മുതൽ B വരെ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും
കണ്ടുപിടിക്കാനുള്ളത്. അപ്പം എ എന്നുള്ളത് 10 എത്തുമ്പോൾ അത് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ, ഈ ഭാഗം ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. അപ്പോൾ എയിൽ നിന്നും 10 വരെ S1 എന്നെടുത്താൽ, S1 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ S ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ S1 എന്നെടുത്താൽ ബിയിൽ നിന്നും ഈ പൊസിഷൻ വരെ ഉള്ളത് എന്തെടുക്കാം, നമുക്ക് S2 എടുക്കാം. അതുപോലെ തന്നെ ടൈം എയിൽ നിന്നും താഴോട്ട് 2 വരെ T1 എന്നെടുത്താൽ ബിയിൽ നിന്ന് താഴോട്ട് 8 വരെ T2 എന്നെടുക്കാം. അപ്പോൾ S1 10 മീറ്റർ, S2 40 മീറ്റർ, T1 2 സെക്കൻഡ്, T2 8 സെക്കൻഡ്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈനൽ പൊസിഷൻ 40 മീറ്റർ ആണ്, ഇനിഷ്യൽ പൊസിഷൻ 10 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്, 30 മീറ്റർ ആണ്. ഇനിയും മനസ്സിലായിട്ടില്ലാത്തവർക്ക് ആ ഗ്രാഫിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ ക്ലാസ് എടുത്തിട്ടത്, ടെക്സ്റ്റിലെ ഗ്രാഫിൻ്റെ പോർഷൻ എടുത്തിട്ടത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി ട്രാവൽഡ് ബൈ ദ ബസ് ഫ്രം എ ടു ബി. എ ടു ബിയിൽ ബസ് ട്രാവൽ ചെയ്തതിൻ്റെ വെലോസിറ്റിയാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എയിൽ നിന്നും ബി വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അത് 30 മീറ്റർ എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ടൈമാണ്. അതായത് എയുടെയും ബിയുടെയും നടുക്ക് എത്ര ടൈം വന്നോ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 2 8 ആണ്. അപ്പോൾ T1 എന്ന് പറയുന്നത് 2ഉം T2 എന്ന് പറയുന്നത് 8ഉമാണ്. ഞാനിതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസറും കൂടെ എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങളിത് നോക്കാൻ, ശ്രദ്ധിച്ച് ഈ കേൾക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ T2വിൽ നിന്ന് T1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2, അതായത് പൊസിഷൻ എയുടെയും ബിയുടെയും ഇടയിലുള്ള ടൈം നമുക്ക് കിട്ടും. T2 8 ആണ്, T1 2 ആണ്. അപ്പോൾ 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ടൈം 6 കിട്ടി. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി, ടൈം കിട്ടി. ഇനി നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. നിങ്ങളിത് നോട്ട്ബുക്കിൽ എഴുതി തന്നെ ചെയ്ത് പഠിക്കണം. ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ മനസ്സിലാവത്തില്ല. ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ S2 മൈനസ് S1 ആണ്, ടൈം T2 മൈനസ് T1 ആണ്. അപ്പോൾ S2 മൈനസ് S1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു 40 മൈനസ് 10. അതായത് S2 മൈനസ് S1 ആണ് 40 മീറ്റർ എന്ന് പറയുന്നത്. S2 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫൈനൽ പൊസിഷനും S1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷനും. അത് രണ്ടോട്ട് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് T2 മൈനസ് T1 എന്ന് പറയുന്നത് 8 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ് ആകുമ്പോൾ 6 സെക്കൻഡ് കിട്ടി. അപ്പം 30 മീറ്റർ ഡിവൈഡഡ് ബൈ 6 സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി നമുക്ക് എത്ര കിട്ടും, 5 മീറ്റർ പെർ സെക്കൻഡ്. ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഇതുപോലെ എഴുതണമെന്നില്ല, നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എഴുതിയാൽ മതി. ഇപ്പോൾ S2 മൈനസ് S1 ഒന്നും എഴുതണമെന്നില്ല. അത് ഞാൻ എഴുതിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ 40യും 10ഉം ഒക്കെ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ S2 മൈനസ് S1ഉം T2 മൈനസ് T1 ഒക്കെ ഇട്ട് വെച്ചേക്കുന്നത്. നിങ്ങൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതിയിട്ട് 30 മീറ്റർ ഡിവൈഡഡ് ബൈ 6 സെക്കൻഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് വെലോസിറ്റി ഓഫ് ദി ട്രാവൽഡ് ബസ്? എന്താണ്? യൂണിഫോം വെലോസിറ്റിയാണ്. കാരണം ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് യൂണിഫോം വെലോസിറ്റിയാണ്. ടാബുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്, നമുക്കറിയാം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി 0 ആവാം, പക്ഷേ ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആവത്തില്ല. കനോട്ട് ബി 0. ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഡിഫൈൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ അത് ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ആർ ഈക്വൽ ഒൺലി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അതായത് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും കറക്റ്റ്, അതിൻ്റെ അളവ് കറക്റ്റ് ആവുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുമ്പോഴാണ് രണ്ടിൻ്റെയും അളവ് തുല്യമാകുന്നത്. ഇൻ ദ സെയിം ഡയറക്ഷൻ അല്ലേ, ഒരേ ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ. ഞാൻ ആ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് നോക്കിയൊന്ന് ചെക്കൗട്ട് ചെയ്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ് നോക്ക്. എ ട്രെയിൻ ആക്സിലറേറ്റ്സ് ഫ്രം റെസ്റ്റ് ടു എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 20 സെക്കൻഡ്. അതായത് 20 സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് അത് റെസ്റ്റിൽ നിന്നും ആക്സിലറേറ്റ് ചെയ്യുന്നത് പോകുന്നത്. ഫൈൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ഡിഫൈൻ യൂണിഫോം ആക്സിലറേഷൻ. ഫൈൻഡ് ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്, പിന്നെ യൂണിഫോം ആക്സിലറേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഒരു ട്രെയിൻ റെസ്റ്റിൽ ഇരുന്നൊരു ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്ത് 20 സെക്കൻഡ് ആയപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡായി. നോക്കാം നമുക്ക് അതിൻ്റെ ആൻസർ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ആ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റിയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ചെയ്താലും മതി, എന്നാലും ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം അത് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് വരും. 20 സെക്കൻഡ് ആയപ്പോഴാണ് അത് 30 മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറിയത്. അപ്പോൾ അത് ഫൈനൽ വെലോസിറ്റി വരും. ടൈം 20 സെക്കൻഡ്. 30 മൈനസ് 0 വരുമ്പോഴത്തേക്ക് 30 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 20. ആക്സിലറേഷൻ നമുക്ക് 30യെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ബി ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കണ്ടുപിടിക്കാനാണ്. അറിയാം നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഫൈനൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് ഒന്നുകൂടെ പറയുവാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. എ കാർ ട്രാവൽസ് 100 കിലോമീറ്റർ ഇൻ 2 hours. 2 മണിക്കൂർ കൊണ്ട് ഒരു കാറ് 100 കിലോമീറ്റർ സഞ്ചരിച്ചു. വാട്ട് ഈസ് ഇറ്റ്സ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഇഫ് ഇറ്റ് റിട്ടേൺ ടു ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അത് കഴിഞ്ഞ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇഫ് ഇറ്റ് റിട്ടേൺ ടു ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, തിരിച്ച് വന്നിട്ടുണ്ട്, അത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ തിരിച്ചെത്തി. ഒരു കാറ് പോയിട്ട് 2 hours ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. എ കാർ ട്രാവൽസ് 100 കിലോമീറ്റർ ഇൻ 2 hours. 2 hours കൊണ്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടെ നമ്മൾ ഹവേഴ്സും കിലോമീറ്ററും വന്നേക്കുന്നത്, അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ മീറ്റർ ഹവേഴ്സ് തന്നേക്കുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റ് മാറ്റേണ്ടി വന്നേനെ. ഇപ്പോൾ ഇത് രണ്ടും ഹവേഴ്സിലും കിലോമീറ്ററിലും വേണ്ടത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് എന്തോ കിടക്കുന്നത് വാട്ട് ഈസ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഇഫ് ഇറ്റ് റിട്ടേൺ ടു ഇറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി അപ്പോഴുള്ള ആവറേജ് സ്പീഡും വെലോസിറ്റിയുമാണ് കണ്ടുപിടിക്കാനുള്ളത്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം കൊണ്ടാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 100 കിലോമീറ്ററാണ്. അതിനെ 2 hours കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിലോമീറ്റർ പെർ അവർ കിട്ടും. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? ഇല്ല, കാരണം അത് തിരിച്ചെത്തി. അതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണമെന്ന്. അതായത് 2 hours കൊണ്ട് 200 കിലോമീറ്റർ വരെ പോയിട്ട് അത് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോലെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതുകൊണ്ട് തന്നെ 0 കിലോമീറ്റർ ഡിവൈഡ് ബൈ 2 hours നമുക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ അവറേജ് വെലോസിറ്റി ഉണ്ടോ? അവിടെ ഇല്ല, 0 ആണ് വെലോസിറ്റി വരുന്നത്. ഇനി വെലോസിറ്റി ഡിഫൈൻ ചെയ്യാനാണ്. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതൊക്കെ നമുക്കറിയാം. ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, അതെല്ലാം നമുക്കറിയാം. ആ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തന്നെ വെലോസിറ്റിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചോണം. അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നൊരു ടേം എവിടെയെങ്കിലും വരുമ്പോൾ തന്നെ വെലോസിറ്റിയെ പറ്റിയെല്ലാം പഠിച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ.
നെക്സ്റ്റ് ചോദ്യം വരുന്ന ഡിഫൈൻ ഇനേർഷ്യ. ഇനേർഷ്യ ഡിഫൈൻ ചെയ്യുക. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് മോഷൻ? ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് ദ ടെൻഡൻസി ഓഫ് ദി ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അപ്പോൾ ഇതെന്താ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്തോ? എ ബോഡി അറ്റ് റെസ്റ്റ് കനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ ഇറ്റ് സെൽഫ്. ദിസ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. എ ബോഡി ഇൻ യൂണിഫോം മോഷൻ കനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ബൈ ഇറ്റ് സെൽഫ്. ദിസ് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് സമയം പോവും, അതുകൊണ്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഗ്രാഫാണ്. ഒബ്സർവ് ദ ഗിവൺ വെലോസിറ്റി ടൈം ഗ്രാഫ് റിലേറ്റഡ് ടു ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈമും തന്നിട്ടുണ്ട് സെക്കൻഡ്. ഇത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗ്രാഫ് നല്ലോണം സ്റ്റഡി ചെയ്തിട്ട് ടെക്സ്റ്റിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, അത് നന്നായിട്ട് മനസ്സിലായവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയിലുള്ള ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇങ്ങനൊരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇതുപോലെ ചരിഞ്ഞ് ഒരു ലൈൻ വന്നാൽ അത് ആക്സിലറേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. എ മുതൽ ബി വരെ ഇവിടെ ആക്സിലറേഷൻ സംഭവിച്ചിട്ടുണ്ട്, ബി മുതൽ സി വരെ അത് വെലോസിറ്റിയാണ്, കാരണം അവിടെ നേരെ പോയേക്കാണ്, ഒരു ചേഞ്ചസും വന്നിട്ടില്ല. എ മുതൽ ബി വരെ വന്നിട്ട് അവിടെ ഒരു ആക്സിലറേഷൻ സംഭവിച്ചതുകൊണ്ടാണ് ഇത് ബെൻഡായി പോയേക്കുന്നത്. അപ്പോൾ എ മുതൽ ബി വരെ ഇവിടെ ആക്സിലറേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇങ്ങനെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി 30 ആണ്, ബിയുടെ അവിടെയാണ് ഫൈനൽ, അത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എയുടെ അവിടെയാണ് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 4 സെക്കൻഡ് ആണ്. അപ്പോൾ തന്നേക്കുന്ന വാല്യൂസ് എല്ലാം എഴുതി കൊടുക്കുക. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. 30 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 0 മീറ്റർ പെർ സെക്കൻഡ്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ഡിവൈഡഡ് ബൈ 4 സെക്കൻഡ്. അപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 4 സെക്കൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 7.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്. അപ്പോൾ ടോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ആ സ്ലോപ്പ് റെപ്രസെൻറ്റ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്സിലറേഷനാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെലോസിറ്റിയാണ്. ഇനി നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. എ കാർ ഓഫ് മാസ് 1000 kg ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് മൊമെൻറ്റം. അപ്പോൾ മാസും തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പീഡും തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് വെലോസിറ്റിയും മാസും ഉണ്ടെങ്കിൽ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ, പി ഈസ് ഈക്വൽ ടു mv. ഇത് ഡയറക്റ്റ് കിടക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, മൊമെൻറ്റം കണ്ടുപിടിക്കുക, രണ്ടുകൂടി ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ 20,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ യൂണിറ്റ് മാറിക്കിടക്കുന്നു എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് മാസ് തരുന്നത് കിലോഗ്രാമിൽ തന്നെ ആവണം, അത് ഗ്രാമിലോട്ടാണെങ്കിൽ നിങ്ങൾ കിലോഗ്രാമിലോട്ട് മാറ്റണം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണോ കിടക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം. നെക്സ്റ്റ് മൊമെൻറ്റം ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. നമുക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഏത് വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് മൊമെൻറ്റം എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിന് നോക്കിയിട്ട് താഴോട്ട് ആൻസർ ചെയ്യാനാണ്. ഇൻ വിച്ച് മീഡിയം ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് മോർ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പം വാട്ടറിൽ നിന്നും ആരോ ശ്രദ്ധിച്ചോണം, വാട്ടറിൽ നിന്നും ഗ്ലാസ്സിലോട്ടാണ് ലൈറ്റ് പോകുന്നത്. ഏതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് മോർ? കൂടുതലുള്ളത് വാട്ടറിലാണ് അല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ ഗ്ലാസ്സിനെ അപേക്ഷിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫസ്റ്റ് ചാപ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, വാക്കത്തിലുള്ള വായുവിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്?
ഈ വാട്ടറും ഗ്ലാസ്സും എടുക്കുമ്പോൾ അതിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് ഏതാണെന്ന്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്കം ഡിവൈഡഡ് ബൈ ദ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ മീഡിയം. ഏത് മീഡിയത്തിൻ്റെ ആണോ കണ്ടുപിടിക്കുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്കം ഏത് മീഡിയത്തിൻ്റെ ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ മീഡിയത്തിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കും. നിങ്ങൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ. ഇനി അടുത്തത് ഡിഫൈൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ പുഷസ് എ കാർട്ട് വിത്ത് എ ഫോഴ്സ് ഓഫ് 50 Newton ടു ദ റൈറ്റ്. അറ്റ് ദ സെയിം ടൈം അനദർ പേഴ്സൺ പുഷസ് ദി കാർട്ട് ടു ദ ലെഫ്റ്റ് വിത്ത് ദ ഫോഴ്സ് ഓഫ് 20 Newton. അപ്പോൾ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ 50 Newton ഫോഴ്സ് കൊടുത്ത് പുഷ് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ 20 Newton ഫോഴ്സ് കൊടുത്ത് പുഷ് ചെയ്യുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കാർട്ട്. റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവും ആക്കി എടുത്തിട്ട് അത് രണ്ടും കൂടെ സം ചെയ്യണം. അപ്പം നമുക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് കിട്ടും. ബി എന്ന് പറയുന്നത് ടുവേർഡ്സ് വിച്ച് ഡയറക്ഷൻ വിൽ ബി ദ കാർട്ട് മൂവ്. എവിടാണോ കൂടുതൽ വരുന്നത്, അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ വരുന്നത് ആ ഭാഗത്തോട്ടായിരിക്കും ആ കാർട്ട് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബി വരുന്നത് സി വരുന്നത് ആർ ദ ഫോഴ്സസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് ഇൻ ദ എബോവ് സിറ്റുവേഷൻ. അൺബാലൻസ്ഡ് ആണ്, കാരണം ഒന്ന് 50 Newton ഒന്ന് 20 Newton ആണ്. അത് കാണുമ്പോഴേ നമുക്കറിയാം രണ്ട് ന്യൂട്ടൺ ആണ്. അത് അൺബാലൻസ്ഡ് ആണ്. ഒരേ ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ അത് ബാലൻസ്ഡ് ആയിരുന്നേനെ. റൈറ്റ് സൈഡിലെ ഫോഴ്സിനെ F1 എന്നും ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സിനെ F2 എന്നും കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു സൈഡ് നമ്മൾ മൈനസ് കൊടുക്കണം, അപ്പോൾ F2 സൈഡ് നമ്മൾ മൈനസ് കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ വലുതിനും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പം 50 Newton നിന്ന് -20 Newton കുറയ്ക്കുമ്പോൾ നമുക്ക് 30 Newton കിട്ടും, പ്ലസ് ആണ്. അപ്പോൾ അത് F1 ഫോഴ്സാണ് നമ്മൾ പ്ലസ് ആയിട്ട് എടുത്തത്. അപ്പം ആ ഭാഗത്തോട്ടായിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ റൈറ്റ് സൈഡിലാണ് F1 ഫോഴ്സ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ കാർട്ട് മൂവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലോട്ടായിരിക്കും. ദ ഫോഴ്സസ് ആർ അൺബാലൻസ്ഡ്, അത് ഞാൻ പറഞ്ഞു. ക്ലാസിഫൈ ദ സിറ്റുവേഷൻ ആസ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. കുറേ എക്സാമ്പിൾസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് യൂണിഫോം വെലോസിറ്റിയിലാണോ നോൺ യൂണിഫോം വെലോസിറ്റിയിലാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തേക്കാം. എന്നിട്ട് ശരിയാണോ എന്ന് നോക്കുക. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി. ഈ ഫിഗർ നന്നായിട്ട് കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് താഴെ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ചൈൽഡ്, യൂണിറ്റ് ഓഫ് വെലോസിറ്റി. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, കാരണം ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒന്നാണ്. പോയ സ്ഥലത്ത് തന്നെ കുട്ടി തിരിച്ചെത്തിയതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സ്പീഡും വെലോസിറ്റിയുമാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ കുട്ടി എവിടെയൊക്കെ നടന്നത് 60 + 250 + 136. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 321 മീറ്റേഴ്സ് കിട്ടും. ആ കുട്ടിയുടെ ഡിസ്റ്റൻസ് ബൈ ടൈം കൂട്ടുമ്പോൾ 41 സെക്കൻഡ് കിട്ടും. നടന്ന ടൈം എല്ലാം കൂടെ കൂട്ടുമ്പോൾ അപ്പം 321 മീറ്റർ ഡിവൈഡഡ് ബൈ 41 സെക്കൻഡ് ചെയ്യുമ്പോൾ 7.83 മീറ്റർ/സെക്കൻഡ് കിട്ടും. അതാണ് സ്പീഡ്, ആവറേജ് സ്പീഡ് വരുന്നത്. പിന്നെ ആവറേജ് വെലോസിറ്റി വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ വെലോസിറ്റി 0 ആയി മാറും. പിന്നീട് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ദ വെലോസിറ്റി ഓഫ് 20 മീറ്റർ/സെക്കൻഡ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് -10 മീറ്റർ/സെക്കൻഡ്. What is the maximum height that the stone has reached? How far will the stone traveled in 30 seconds after it is thrown? How height will the stone be from the ground 3 seconds after it is released? ഇതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് നോക്കുക.
രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, രണ്ടാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളും ആൻസറും എക്സ്പ്ലനേഷനും ഒക്കെ ഉണ്ട്. അതുപോയി നിങ്ങൾ കണ്ടിട്ട് ഇത് ചെയ്യുക. ഓരോ ഇക്വേഷൻ്റെ ഡെറിവേഷനൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നല്ല ഞാൻ അതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണുമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് കണ്ടുപിടിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷനിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. v² = u² + 2as. എന്നിട്ട് വാല്യൂ എല്ലാം എടുത്തെഴുതി എസ് കണ്ടുപിടിക്കുക. ഇതെങ്ങനെയാണ് s = v² - u² / 2a വരുന്നത്? ഞാൻ ആ ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ആ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയും ഒരു 21ാമത്തെ ക്വസ്റ്റ്യനിലും ഒരു ടൈം വെലോസിറ്റി ടേബിളാണ് തന്നേക്കുന്നത്. അത് നിങ്ങൾ ആ ടേബിൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. വിച്ച് ഈസ് ദ ടൈം ഇൻ്റർവെൽ വിത്ത് ഡിസലറേഷൻ occur? Calculate the displacement of this object in 30 seconds. Area under velocity time graph represent. What does the x and y axis of a velocity time graph represent? ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. 25 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയാണ് ടൈം ഡിസലറേഷൻ സംഭവിക്കുന്നത്. കാരണം ആ സമയം എത്തുമ്പോഴത്തേക്ക് ആ ടേബിൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതുവരെ കൂടി വന്നിട്ട് അവിടെ വരുമ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പം നെഗറ്റീവായി മാറുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. 30 സെക്കൻഡിലെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. 30 സെക്കൻഡിലെയാണ്. ആ ടേബിൾ എടുത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം വെലോസിറ്റിയും 30 ആണ്. അപ്പോൾ v = 30 m/s, t = 30. അപ്പോൾ ഇതിനിടെ നമ്മൾ ഇന്ത്യ ചെയ്തെടുക്കുമ്പോൾ 900 മീറ്റർ വരും. സെക്കൻഡും വെട്ടി പോകുമ്പോൾ 900 മീറ്റർ വരും ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും യൂണിറ്റ് മീറ്ററാണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയുമാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഫിഗർ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നോക്കുക. അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഡസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കർ? എങ്ങനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത്? ദ ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ലൈറ്റ് റേ മസ്റ്റ് എൻ്റർ ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. ഇത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച കാര്യമാണ്. ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഇൻക്രീസ്ഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദി റിഫ്രാക്റ്റർ റേ? അപ്പോൾ ഇൻസിഡൻറ്റ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിഫ്രാക്റ്റർ റേക്ക് എന്ത് സംഭവിക്കും? ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെയർ ഇൻക്രീസ്ഡ് ദ റിഫ്രാക്റ്റർ റേ വുഡ് ഡിസപ്പിയർ ആൻഡ് ദ ലൈറ്റ് റേ വുഡ് ബി കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ വാട്ടർ. ഇൻസിഡൻറ്റ് റേ ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പം ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് റിഫ്ലക്ഷൻ സംഭവിക്കും അതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തോ, ബേസ്ഡ് ഓൺ ദ ഇമേജ് വാട്ട് ഹാപ്പൻ ടു ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ ആസ് ഇറ്റ് ട്രാവൽ ഫ്രം വാട്ടർ ടു എയർ? വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? പിന്നെ എഴുതേണ്ടത് വാട്ട് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ആ ഇമേജ് പ്രകാരം ദ ലൈറ്റ് റേ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ ആസ് ഇറ്റ് ട്രാവൽ ഫ്രം വാട്ടർ ടു എയർ. അപ്പം ആ വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ നോർമലിൽ നിന്ന് അകലും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ വൈ ഒരു ബുക്ക് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ടേബിൾ. എക്സ്പ്ലെയിൻ വൈ ഡസൻറ്റ് ദ ബുക്ക് മൂവ്? ബുക്ക് ചലിക്കുന്നില്ല. ഈവൻ ദോ ദ എർത്ത് ഈസ് എക്സേർട്ടിങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ്. അല്ലേ, ഭൂമി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനകത്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിക്കണം. പക്ഷേ ഇവിടെ ഈ ടേബിളിൻ്റെ മുകളിലിരിക്കുന്നൊരു ബുക്കിന് അത് സംഭവിക്കുന്നില്ല. ഒരു എർത്ത് അതിനകത്ത് ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടും അതിനെന്ത് സംഭവിക്കുന്നില്ല? അതിന് ചലനം സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് വൈ ഡസ് എ പാസഞ്ചർ ടെൻസ് ടു ഫാൾ ഫോർവേഡ് വെൻ എ കാർ സഡൻലി സ്റ്റോപ്പ്? പെട്ടെന്നൊരു കാർ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മൾ മുന്നോട്ടായുന്നത് എന്തുകൊണ്ട്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലാ ഓഫ് മോഷൻ ഇൻ എവരിഡേ ലൈഫ്. The book doesn't move because the gravitational force exerted by the earth is balanced by the normal force exerted by the table.
ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമി എക്സേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ ടേബിൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഒബ്ജക്റ്റും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കണക്ക് ടേബിൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ബാലൻസ്ഡ് ആയി പോകുന്നു. ദ ടേബിൾ എക്സേർട്ട് ആൻഡ് അപ്വേർഡ് ഫോഴ്സ്, മുകളിലോട്ടൊരു ഫോഴ്സ് ടേബിൾ പ്രയോഗിക്കുന്നു ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ബുക്ക് കീപ്പിംഗ് ഇൻ സ്റ്റേഷനറി. അതുകൊണ്ട് തന്നെ അത് അനങ്ങാതെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. രണ്ടാമത്തത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലായാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത് വരുന്നത് കാറിൻ്റെ കേസാണ്. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ. പിന്നെ എക്സാമ്പിൾസ് എഴുതാനാണ്. എ കപ്പ് സ്റ്റേസ് ഓൺ ദ ടേബിൾ ഈവൻ വെൻ എ ടേബിൾ ഈസ് ഷേക്കൺ എ ലിറ്റിൽ.